നമസ്കാരം ഗായ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലാണ്. യൂണിവേഴ്സിറ്റിയിൽ ഇവിടെ ശാസ്ത്രയാൻ എന്ന് പറയുന്ന ഒരു പരിപാടിയുടെ ഭാഗമായിട്ട് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും അവരുടെ പ്രദർശനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ തരത്തിലുള്ള സംഗതികളുടെയും പ്രദർശനം നടക്കുന്നുണ്ട്. പല ഭാഗങ്ങളിലായിട്ട് ഒരുപാട് സ്റ്റാളുകൾ പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ട് തുറന്നു കൊടുത്തിരിക്കുകയാണ്. തികച്ചും എൻട്രി ഫ്രീ ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. ജനുവരി 16, 17, 18 ദിവസങ്ങളിലാണ് നടക്കുന്നത്. അപ്പോൾ ഇന്ന് പരിപാടിയുടെ ആദ്യ ദിവസമായിട്ടുള്ള അവിടെ ഒരു 45 എന്ന് പറയുന്ന സ്റ്റോളിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് സുഹൃത്തുക്കളെ പരിചയപ്പെടാം. സുവോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു പരിസ്ഥിതിയിലുള്ള വൈൽഡ് ആനിമൽസിൻ്റെയും പിന്നെ അതുപോലെ തന്നെ നമ്മൾ പെറ്റ്സായിട്ട് വളർത്തുന്ന പക്ഷികളുടെയും അതുപോലെ തന്നെയുള്ള ജീവികളുടെയൊക്കെ പ്രദർശനമാണ് 45 എന്ന് പറയുന്ന സ്റ്റാളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ ഭംഗിയായിട്ട് തന്നെ അവരത് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. അവർ ആളുകളെ അട്രാക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അനവധി ഡെക്കറേഷൻസാണ് ചെയ്തുകൊണ്ടിട്ടുള്ളത്. അതുപോലെ തന്നെ അവരുടെ ഒരുപാട് പക്ഷിയുടെ പ്രദർശനം നടക്കുന്നുണ്ട്. ആദ്യം തന്നെ എക്ലക്ടസ് എന്ന് പറയുന്ന പക്ഷി നമുക്ക് കാണാൻ സാധിച്ചു. പിന്നെ അതുപോലെ തന്നെ ആഫ്രിക്കൻ വംശജനായിട്ടുള്ള നന്നായിട്ട് ടോക്കിംഗ് എബിലിറ്റിയുള്ള ഗ്രേ പാരറ്റ്, ആഫ്രിക്കൻ ഗ്രേ പാരറ്റിനെ നമുക്ക് അവിടെ കാണാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കേക്ക് ബേർഡിനെ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. കേക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ കഴിക്കുന്ന കേക്ക് മാത്രമാണ് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ അതല്ല, ഇത് കേക്ക് ബേർഡ് എന്ന് പറയുന്ന സംഗതി നമ്മുടെ അവിടെ കാണാൻ പറ്റി. അതുപോലെ തന്നെ ലോറി വർഗത്തിൽപ്പെട്ടിട്ടുള്ള നന്നായിട്ട് സംസാരിക്കാൻ കഴിവുള്ള ആളുകളാണ്, നന്നായിട്ട് ഡാൻസ് ചെയ്യുന്നവരുമാണ്. ലോറിയെയും നമുക്ക് അവിടെ കാണാൻ പറ്റി. പിന്നെ അതുപോലെ തന്നെ കോക്ടെയിൽ എന്ന് പറയുന്ന തൊപ്പി വെച്ചിട്ടുള്ള കിളികളെയും നമുക്ക് കാണാൻ പറ്റി. പിന്നെ അതുപോലെ തന്നെ ഇഗ്വാന എന്ന് പറയുന്ന വർഗത്തിൽപ്പെട്ട ഒരു പല്ലിയുടെ അതേ സ്വഭാവമുള്ള എന്നാൽ ഒരു വലിയ ഉടുമ്പിൻ്റെ അതിൽ വലിയ സൈസ് വരുന്ന ഒരു ഇഗ്വാന എന്ന് പറയുന്ന വർഗത്തെ നമുക്ക് അവിടെ കാണാൻ പറ്റി. അതുപോലെ തന്നെ റോസല്ല പാരക്കീറ്റിനെ നമുക്ക് കാണാൻ പറ്റി. അതുപോലെ തന്നെ പൈനാപ്പിൾ കൊന്നൂർ, യെല്ലോ ഷെയ്ഡഡ് കൊന്നൂർ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കിളികളെയും നമുക്ക് കാണാൻ പറ്റി. അതിനെ തന്നെ റെഡ് കളർ കൂടിയിട്ടുള്ള ബേഡുകളെ നമ്മൾ കാണാൻ കിട്ടി എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ജാവാസ് ഫിഞ്ച് എന്ന് പറയുന്ന ഒരു ഐറ്റം കിളികളെ കണ്ടു. അതുപോലെ തന്നെ ലോങ് ടെയിൽ ഫിഞ്ച്, ആൽബിനോ ലോങ് ടെയിൽ ഫിഞ്ചിനെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുള്ള ചുമന്ന ചുണ്ടുകളൊക്കെ ആയിട്ട് അവരെ നമുക്കവിടെ കാണാൻ പറ്റി. പിന്നെ അതുപോലെ തന്നെ സ്റ്റാർ ഫിഞ്ച് എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട ഫിഞ്ചിനെ കണ്ടു. അതുപോലെ തന്നെ ബഡ്ജരികാറിലെ ബഡ്ജീസിൻ്റെ നമുക്ക് എപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ള ബഡ്ജിയുടെ സൈസ് വളരെ ചെറിയ സൈസിലാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. എന്നിരുന്നാൽ ഷോ ബഡ്ജി എന്ന് പറയുന്ന ഒരു വിഭാഗത്തിനെ നമ്മൾ കണ്ടു. വളരെയധികം സൈസ് കൂടുതലുള്ള ഒരു നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ലവ് ബേർഡ്, അതിനെ നമുക്ക് അവിടെ കാണാൻ പറ്റി. പിന്നീട് നമ്മൾ സ്റ്റാളിൽ കണ്ടിട്ടുള്ളത് സൺകൊന്നൂറിൻ്റെ തന്നെ റെഡ് കളറിലുള്ള സൺകൊന്നൂറിനെ നമുക്ക് അവിടെ കാണാൻ പറ്റി. പിന്നീട് കണ്ടിട്ടുള്ളത് സൺചീക്ക് എന്ന് പറയുന്ന ഒരു വിഭാഗം കിളിയാണ്. അത് നമുക്ക് മേളയിൽ വളരെയധികം അട്രാക്ഷനായിട്ട് നമുക്ക് അവിടെ കാണാൻ പറ്റി എന്നുള്ളതാണ്. പിന്നീട് നമുക്ക് കാണാൻ പറ്റിയത് ഒരു ലവ് ബേർഡ്, യഥാർത്ഥ ലവ് ബേർഡ് ലുട്ടിനോ ഓറഞ്ച് ടോപ്പ് ലൈൻ എന്ന് പറയുന്ന ഒരു ഐറ്റം കിളിയെ നമുക്ക് അവിടെ കാണാൻ പറ്റി. അതുപോലെ തന്നെ ലവ് ബേർഡിൻ്റെ തന്നെ ഫിഷർ, വയലറ്റ് കളറിലുള്ള ഫിഷർ വിഭാഗത്തിൽപ്പെട്ട കിളികളെ നമുക്ക് കാണാൻ പറ്റി. അതുപോലെ തന്നെ പിന്നീട് നമ്മൾ കണ്ടിട്ടുള്ളത് സൺകൊന്നൂർ എന്ന് പറയുന്ന പക്ഷിയെ, യെല്ലോ കളറിലുള്ള സൺകൊന്നൂറിൻ്റെ കിളികളെ നമുക്ക് കാണാൻ പറ്റി. അതുപോലെ ജാൻഡയ കൊന്നൂർ എന്ന് പറയുന്ന കിളികളെ നമുക്ക് അവിടെ കാണാൻ പറ്റി എന്നുള്ളതാണ്. പിന്നീട് നമ്മൾ കണ്ടിട്ടുള്ളത് പീച്ച് ഫ്രണ്ടഡ് കൊന്നൂറാണ്. തലയിൽ പൊട്ട് തൊട്ടതുപോലെ പീച്ച് കളർ വരുന്ന ഒരു ഐറ്റം കിളികളെ നമുക്ക് അവിടെ കാണാൻ പറ്റി. പിന്നീട് നമ്മൾ കണ്ടിട്ടുള്ളത് ബ്ലൂ ക്രൗൺ കൊന്നൂർ എന്ന് പറയുന്ന ഒരു കൊന്നൂസിനെ നമുക്ക് കൊന്നൂർ വിഭാഗത്തിൽപ്പെട്ട ഒരു ഐറ്റത്തെ നമുക്ക് കാണാൻ പറ്റി എന്നുള്ളതാണ്.
പിന്നീട് നമ്മൾ കണ്ടിട്ടുള്ളത് യഥാർത്ഥ ആഫ്രിക്കൻ ലവ് ബേർഡുകളെ നമുക്ക് കാണാൻ പറ്റി. അതിൻ്റെ തന്നെ വ്യത്യസ്തമായ കളറുകളുള്ള മ്യൂട്ടേഷൻസ് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ കണ്ടിട്ടുള്ളത് ബഡ്ജീസിൽ തന്നെ സ്പാങ്കിൾ ബഡ്ജീസ്, അതുപോലെ തന്നെ ഹെലികോപ്റ്ററിന് അതുപോലെ തന്നെ ചിറകുകളിൽ വിരിഞ്ഞു കിടക്കുന്ന ഒരൈറ്റം ബഡ്ജീസിനെ നമുക്ക് കാണാൻ പറ്റി. പിന്നീട് നമ്മൾ കണ്ടിട്ടുള്ളത് ബ്ലൂ യെല്ലോ ഷെയ്ഡഡ് കൊന്നൂർ, ബ്ലൂ പൈനാപ്പിൾ കൊന്നൂർ, ബ്ലൂ കളറിൽ വരുന്ന ബേർഡുകളെ നമുക്ക് കാണാൻ പറ്റി. പിന്നീട് നമ്മൾ കണ്ടിട്ടുള്ളത് കോക്കറ്റീലിൻ്റെ തന്നെ പല വെറൈറ്റി കളറിലുള്ള കോക്ടെയിലുകളെ നമുക്ക് അവിടെ കാണാൻ പറ്റി എന്നുള്ളതാണ്. പിന്നീട് നമ്മൾ വ്യത്യസ്ത ഇനം കിളികളെ മറ്റും കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ പിന്നീട് നമുക്ക് കാണാൻ പറ്റിയ ഒരു കിളിയാണ് വൈറ്റ് ഐഡ് കൊന്നൂർ. കണ്ണിന് ചുറ്റും വൈറ്റ് കളറിൽ വരുന്നത് കൊണ്ട് തന്നെയാണ് ഇവർക്ക് വൈറ്റ് ഐഡ് കൊന്നൂർ എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത്. അത് നമുക്ക് മേളയിൽ ആകർഷകമായിട്ട് അവിടെ കാണാൻ പറ്റി എന്നുള്ളതാണ്. അവരുടെ ഈ ഒരു പ്രദർശിപ്പിച്ച രീതി നമ്മൾ ഒരിക്കലും ഒരു രക്ഷയുമില്ലാത്തതാണ്. അതിന് വേണ്ടിയിട്ട് ഒരു ബാക്ക്ഗ്രൗണ്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അത് വളരെയധികം അവരെ നേരിട്ട് കാണുമ്പം ഒരു രക്ഷയില്ലാത്ത പൂളി ലുക്കാണ്. പാറയും അതുപോലെ തന്നെ വള്ളികളും അതുപോലെ ചെടികളും മരങ്ങളും എല്ലാം സെറ്റ് ചെയ്തിട്ട് അവർ നല്ല ഭംഗിയിൽ വളരെയധികം അട്രാക്റ്റീവ് ആകുന്ന രീതിയിലാണ് അവരത് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഓരോ സ്പീഷീസിൻ്റെയും നാമങ്ങൾ അവരവിടെ ആലേഖനം ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. എന്താണെങ്കിലും നമ്മുടെ ഈ ഒരു പ്രദർശനത്തിൽ ഇതിന് എഫേർട്ട് എടുത്തിട്ടുള്ള എല്ലാവർക്കും നമ്മൾ അവരെ സ്പെഷ്യൽ താങ്ക്സ് പറയുകയാണ്. അപ്പോൾ ഒന്നും നോക്കണ്ട, നാളെ വണ്ടി കയറിക്കോ യൂണിവേഴ്സിറ്റിയിലേക്ക്.